നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പഞ്ചശിരസ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ്. എന്താണ് ഈ പഞ്ചശിരസ്? അത് എന്തിനു വേണ്ടിയാണ്? അതുകൊണ്ടുള്ള ഗുണഗതികൾ എന്തെല്ലാം? ഇതിനെക്കുറിച്ച് വിവരിക്കുന്നതിന് വേണ്ടിയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ 5 സെൻറ്റും 3 സെൻറ്റ് ഇങ്ങനെ കുറഞ്ഞ വസ്തുക്കളിനകത്തൊക്കെ സ്ഥാനം കാണുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്യാവശ്യം വീട് പണി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാനിച്ച് പെട്ടെന്ന് ഏതെങ്കിലും വീടുകൾ ആ വില ഒത്തുവരുന്ന ഭാഗം അനുസരിച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് പോയി മേടിക്കും. പഴയ വീടുകളിൽ താമസ സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളുടെ ബുദ്ധിമുട്ടുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ വരുന്ന സമയങ്ങളിൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാകത്തുള്ളൂ. പുറമേ ഉള്ള ഒരു ഭംഗി നമ്മൾ മനസ്സിലാക്കി നമ്മളത് പോയി ആ സമയത്ത് നമ്മൾ മറ്റ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അത് കയറി അങ്ങ് വാങ്ങും. പിന്നീട് താമസിക്കവേ തന്നെ നമുക്കത് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്ന് പിന്നീട് നമ്മൾ പൂജാതി കർമ്മ കാര്യങ്ങളൊക്കെ നടത്തും. പിന്നെ കുറച്ച് നാൾ മുമ്പോട്ട് പോകും. വീണ്ടും ഓരോ പ്രശ്നങ്ങളും, ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, അങ്ങനെ അങ്ങ് പ്രശ്നങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരിക്കും. അപ്പോൾ നമ്മൾ പോയി നോക്കാൻ നേരത്ത് ദൈവാധീനമില്ല. ഒരു വാസ്തുവിനെ വിളിച്ച് നമ്മുടെ വസ്തു കണ്ടു കഴിയാൻ നേരത്ത് ഭൂമി താഴ്ന്നു കിടക്കുന്നു. സ്ഥാനങ്ങളിലല്ല. ഡ്രൈനേജ് സംബന്ധമായിട്ടുള്ള വേസ്റ്റ് ലൈനുകളെല്ലാം വന്ന് ഈ വീടിന് കന്നിമൂല ഭാഗത്തൂടാണ് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. ഈ സ്ഥലങ്ങളില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് താമസിക്കത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒപ്പിച്ച് താമസിക്കും. അത് സഹജമാകുന്ന കാര്യങ്ങളാണ്. ഈ കുടുംബ പാരമ്പര്യപരമായിട്ട് താമസിക്കുന്ന വ്യക്തികൾക്കാണ് ഏക്കർ കണക്കിന് വസ്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇല്ലായ്മപ്പെട്ട ആളുകൾക്ക് താമസിക്കണ്ടേ? ഇല്ലായ്മപ്പെട്ട ആളുകൾക്ക് ഈ വാസ്തു നിയമവും മറ്റ് സർവ്വ ഐശ്വര്യങ്ങളൊന്നും അവർ നോക്കത്തില്ല. അവർക്ക് പെട്ടെന്ന് അവർക്ക് തലചായ്ച്ച് കിടന്നുറങ്ങാനായിട്ടുള്ളൊരു സന്ദർഭം അവരെങ്ങനെയെങ്കിലും കടമൊക്കെ മേടിച്ച് ഒപ്പിച്ച് എങ്ങനെയെങ്കിലും അവർ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നോക്കി അങ്ങ് പോത്തതേ ഉള്ളൂ. പിന്നീട് അവിടെ താമസിക്കവെയാണ് നമ്മളുടെ ഐശ്വര്യമില്ലായ്മകളെയും ബുദ്ധിമുട്ടുകളും നമുക്ക് അലട്ടുന്ന പ്രശ്നങ്ങളാണ് വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പോകുന്നതും എടുക്കുന്നതുമെല്ലാം. ഇവിടെ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്, നിലം താഴ്ന്നു കിടക്കുന്ന പുരയിടങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മണ്ണിട്ട് പൊക്കി കഴിയാൻ നേരത്ത് ആ വീട്ടിൻ്റെ പാതകം എന്ന് പറയുന്നത് താഴ്ന്നു തന്നെ പോകും. പിന്നെ അത് ഇന്നത്തെ ടെക്നോളജി കൊണ്ട് അത് ഉയർത്തി വെക്കത്തക്ക രീതിയിൽ. അപ്പോൾ അതൊക്കെ ഭാരിച്ച ചിലവുകളാണ്. ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്കും ഈ ഫ്ലാറ്റ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾക്കും തീരെ ഈ ഇത്തരം ലൈനുകൾ മറ്റ് കാര്യങ്ങളൊക്കെ ഈ കന്നിമൂല ഭാഗത്തൂടെയാണ് പോകുന്നത്. ചിലപ്പം അപ്പുറത്തെ പുരയിടത്തിൽ കന്നിമൂല ഭാഗത്തായിട്ടായിരിക്കും അയൽവാസിയുടെ ബാത്റൂമിൻ്റെ പിന്നെ സെപ്റ്റിക് ടാങ്ക് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ദോഷമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളെ തേടി വരുന്നതും നേരിട്ട് വന്ന് കണ്ട് കാര്യങ്ങൾ പറയുന്നതും. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയും സ്ഥലമില്ലായ്മയായിട്ടുള്ളവർക്കും ഇത്തരം അനുഭവങ്ങൾ ബുദ്ധിമുട്ടോടുകൂടി പോകുന്ന വ്യക്തികൾക്കും ഒക്കെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം. യഥാവിധി അനുസരിച്ച് നമ്മൾ പഞ്ചശിരസ് പൂജിച്ച് നമ്മുടെ ആരൂഢത്തിൽ, അതായത് നമ്മുടെ കന്നിമൂല ബെഡ്റൂം മധ്യഭാഗത്ത് ഒരു ടൈലിൻ്റെ അളവിൽ ഒരു കുഴി ആ നീളത്തിനും വീതിക്കും എടുക്കുക. അതിനുശേഷം അത് ശുദ്ധിക്രിയകൾ ചെയ്ത് അതിനകത്ത് പോസിറ്റീവ് എനർജി വരുത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയതിന് ശേഷമാണ് ചെമ്പ് കൊണ്ടുണ്ടാക്കിയ കുടവും അതിൻ്റെ അടപ്പും, അതുകൂടാതെ വെള്ളി ഷീറ്റിനകത്ത് സ്വർണം കൊണ്ടുണ്ടാക്കിയ രൂപഗതികൾ, അതായത് ആന, ആമ, സിംഹം, പോത്ത്, പന്നി, ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങളെ നമ്മൾ അതായത് ദേവന്മാരെ സങ്കല്പിച്ച് നിവേദ്യാദികൾ കൊടുത്ത് പൂജിച്ച് പുണ്യാഹം തെളിച്ച് ആ ഭൂമി രക്ഷ ചെയ്ത് നമ്മളവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ് സൃഷ്ടിക്കുന്നത്.
ആ പോസിറ്റീവ് എനർജി വീടിനകത്തൂടെ പാസ് ചെയ്ത് എല്ലാ മുറികളിലെത്തുകയും കൂടാതെ ആ വീട്ടിലെ ഗ്രഹനാഥന് തൊട്ട് തുടർന്നുള്ള എല്ലാ വ്യക്തികൾക്കും, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളായാലും അല്ലെങ്കിൽ ജോലി ഉള്ള ആളുകൾക്ക് ജോലി മന്ദഗതിയായിട്ട് കിടക്കുന്നതായാലും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളാൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്കൊക്കെ 100-ൽ ഒരു 85% നമുക്ക് ഈ ഒരു പഞ്ചസരസ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ഫലം കണ്ടുവരുന്നുണ്ട്. കൂടാതെ മറ്റുള്ള പൂജകൾ നടത്തിയും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്ത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും സാമ്പത്തികം ഇല്ലാത്ത വ്യക്തികൾക്ക് എളിയ പൂജയിൽ കൂടി തന്നെ നമുക്കതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാവുകയും ഈ സമ്പ്രദായ രീതി പണ്ട് കാലം മുതലേ ഉണ്ട്. അതൊരു ചെമ്പ് സ്ക്വയർ ബോക്സിനകത്താണ് ഈ രൂപങ്ങളെല്ലാം കൂടി സങ്കല്പിച്ച് വെച്ച് അത് നമ്മൾ പൂജിച്ച് കട്ടളയുടെ ഇടത് ഭാഗത്തായിട്ട് താഴ്വശത്ത് നമ്മളിത് കുഴിച്ച് വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് ആ കാലങ്ങൾ മാറി ഇന്ന് സയൻറ്റിസ്റ്റായിട്ടുള്ള ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് നിരീക്ഷണങ്ങൾ നടത്തി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇത് ഭൂമിയുടെ നമ്മുടെ ആരൂഢത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥാപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. എന്നാൽ നമ്മൾ ശിരസ് വെച്ച് കിടന്നുറങ്ങുന്ന നമ്മുടെ കന്മൂല ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം, അപ്പോൾ കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ തടിയലമാര വെക്കുന്നതും അതിൻ്റെ ഇടതുവശത്തായിട്ട് നമ്മൾ കട്ടിലിട്ട് തെക്കോട്ട് തലയും വെച്ച് വടക്കോട്ട് പാദവും വെച്ചാണ് നമ്മൾ കിടക്കുന്നത്. എങ്ങനെയാണോ നമ്മളുടെ ധനം സൂക്ഷിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ശിരസിനെയും നമ്മളൊരു കവചമാക്കി സൂക്ഷിച്ച് ഭദ്രമായിട്ട് നമ്മൾ തെക്ക് വടക്കായിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ കിടന്നാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഭൂമിയിൽ നിന്ന് ഈ വിഷാംശപരമായിട്ടുള്ള കാന്തിക ശക്തി നമ്മുടെ ശരീരത്തിൽ കൂടെ പാസ് ചെയ്ത് പോത്തതുമില്ല. കൂടാതെ കിഴക്ക് പടിഞ്ഞാറ് കിടക്കുന്ന വ്യക്തികൾക്ക് മുട്ടുവേദനയും മറ്റു കാര്യങ്ങളെല്ലാം അനുഭവം ഉണ്ടാവുകയും എന്നും കുന്നും രോഗത്തിലോട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ തെക്ക് വടക്ക് കിടന്നു കഴിഞ്ഞാൽ യാതൊരു വിധ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവത്തില്ല. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് കിടക്കുന്ന ആളുകൾക്ക് ഒരച്ചിൽ അസ്വസ്ഥതകളുണ്ടാകും. പിന്നീട് അത് കഴിഞ്ഞ് ശരിയാകും. പക്ഷേ ഈ നിത്യവും തെക്ക് വടക്ക് കിടക്കുന്ന വ്യക്തികൾ പിന്നെ കിഴക്ക് പടിഞ്ഞാറ് കിടക്കാൻ നേരത്ത് ഒരു ദിവസം പോലും അവർക്ക് പിന്നീട് അങ്ങനെ കിടന്നുറങ്ങാനുള്ള ഒരു അനുഭവം ഉണ്ടാകത്തില്ല. കാരണം അത്രത്തോളം അസ്വസ്ഥതകൾ അവരെ ബാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പവറെന്ന് പറയുന്നത്. അപ്പം ഈ പൊസിഷൻ അനുസരിച്ചുള്ള പിന്നെ കിടപ്പറയിലുള്ള കിടക്കുന്നതും അത് കൂടാതെ നമുക്കത് സംബന്ധമായിട്ടുള്ള എനർജി നമുക്കുണ്ടാവുകയും നമുക്ക് ജോലി ആയാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളായാലും നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും ഭാവിയിലുണ്ടാകുന്ന ഓരോ പുരോഗതിക്കും നമ്മുടെ ശരീരത്തിന് ഉന്മേഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കിടന്നുറങ്ങുന്നിടത്ത് നിന്ന് നമ്മളുടെ എല്ലാ നെഗറ്റീവുകളും നമ്മൾ പോലും അറിയാതെ നിർവീര്യമായി ഒരു പുതു ദിവസം നമ്മൾ ഉന്മേഷത്തോടു കൂടി എഴുന്നേറ്റ് നമ്മൾ പോയി നമ്മുടെ നിത്യകർമ്മങ്ങൾ ചെയ്ത് കിട്ടുന്ന കണക്കത്തെ ഒരു സന്തോഷം പിന്നീട് ജീവിതത്തിൽ ഇതിനപ്പുറം വേറെന്താ കിട്ടാനും. അപ്പം ഈ പഞ്ചസരസ് ഇങ്ങനെ ഒരുപാട് ഗുണഗതികളുണ്ട്. എല്ലാം നമുക്കത് വിവരിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. അത് എല്ലാ കാര്യങ്ങളും ഉള്ളടക്കങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ പൂജയുടെ സ്വഭാവങ്ങളും പൂജാ കാര്യങ്ങളാവാൻ നേരത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പൂജിക്കുന്നത്, അല്ലെങ്കിൽ അത് പൂജിച്ച് വെച്ചാലുള്ള ഗുണഗതികൾ എന്താണ്, ഇതെല്ലാം ഒരു 1.5 മണിക്കൂറത്തെ കാര്യങ്ങളുണ്ട് പൂജാവിധിയിൽ തന്നെ. അല്ല ഒരു കുഴിയെടുത്ത് ചുമ്മാ അതിനകത്തോട്ട് താത്ത് വെക്കുകയല്ല ചെയ്യുന്നത്. കുഴിയെടുക്കുക അനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം 10-15 വർഷം കൊണ്ട് ഞാൻ ഇത് നിത്യവും പല സ്ഥലങ്ങളിലും പോയി ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഗുണഗതികൾ അവർക്കുണ്ടാവുകയും ആ ചെയ്തവരുടെ അഭിപ്രായം മാനിച്ച് അവരുടെ ബന്ധുക്കാരുടെയും കൂട്ടുകാരുടെയും അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ അടുത്ത് നമ്മളിത് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ മുഖേന നമ്മൾ പോകണമെങ്കിൽ അവർക്കതുകൊണ്ട് ഗുണം ഇല്ലായിട്ടാണോ അവർ വീണ്ടും വീണ്ടും നമ്മളെ ഇതിലോട്ടൊക്കെ വിളിക്കുന്നത്? അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്കിതിൽ വളരെയധികം എന്നെ സംബന്ധിച്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പോടുകൂടി പറയുന്നത്. അപ്പോൾ ഈ പൂജാ സമ്പ്രദായത്തിൽ ഒരുപാട് രഹസ്യക്കൂട്ടുകളുണ്ട്. അത് നമ്മൾ ഒരു കാരണവശാലും വീഡിയോ വഴി പറയുന്ന കാര്യങ്ങളല്ല.
അല്ലാതെ ഇതിപ്പം കടയിൽ സുലഭമായിട്ട് മേടിക്കാൻ കിട്ടും. അത് കൊണ്ടുവന്ന് അവിടെ ഒരു കുഴി എടുത്തങ്ങ് വെക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ വെക്കുന്നെങ്കിൽ ചെയ്തു. അതിനകത്തൊക്കെ അവരവരുടെ സാങ്കല്പിക കഥാപാത്രങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ ഒന്ന് ഓരോ സ്ട്രക്ചറായിട്ടുള്ളതിനെ നമ്മളതിന് ജീവൻ കൊടുത്ത് വെച്ച് പൂജിക്കുക. അതിൻ്റെ സങ്കല്പങ്ങൾ അത് മറ്റൊന്നായിട്ട് വരും. അതാണ് ഈ പഞ്ചശിരസ് സ്ഥാപനം എന്ന് പറയുന്നത്. പഞ്ചശിരസ് അത് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പം ഇത് ചുരുക്കിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. അപ്പം ഈ ദോഷഗതികൾ 10, 50,000, 60,000 രൂപ ചിലവാക്കി പൂജ നടത്തുന്ന ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും ഞങ്ങൾക്കൊരു മേൽഗതിയില്ല എന്നും പ്രശ്നമാണ് പറയുന്ന വ്യക്തികൾക്കും കൂടെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഇതിനത്രയും രൂപയൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല. തുച്ഛമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടുള്ള ഇരട്ടി ഗുണവും ഫലവും വിശ്വസിച്ച് ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അതുണ്ടായിരിക്കും. അത് കണ്ട് ബോധ്യപ്പെടുകയും നിരന്തരം നമ്മളത് നിരീക്ഷിക്കുകയും ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് അത് വീണ്ടും നമ്മളത് ചെയ്യുന്നതിൻ്റെയൊക്കെ ഗുണഗതികൾ നമുക്ക് നല്ല ഉറപ്പുണ്ട്. ഈ വീഡിയോയിലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചെയ്ത സ്ഥലങ്ങളും അല്ലെങ്കിൽ ഇന്നടുത്ത് പോയി നമ്മൾ ചെയ്തെന്നൊന്നും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ വെറുതെ വീടും സ്ഥലമൊക്കെ വിറ്റ് പറക്കി ഓടേണ്ട കാര്യമില്ല. അതിനു വേണ്ടിയും കൂടാണ് ഞാനിതിപ്പോൾ ഈ വീഡിയോ വഴി പറയാനായിട്ട്. ഇന്ന് ഈ ഭൂമിയിൽ എല്ലാം ഒരേ കണക്ക് ശുദ്ധമായിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ്. അത് അവരവരുടെ കൈ വശം വന്നു കഴിഞ്ഞാൽ അവരവരുടെ കൈയിരിപ്പ് കൊണ്ടാണ് ആ ഭൂമിയുടെ നെഗറ്റീവ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അതിനെ വൃത്തിയാക്കിയും അതിനെ സ്നേഹിച്ചും അതിന് വേണ്ട അലങ്കാരങ്ങൾ നമ്മൾ ആ ഭൂമിയിലൊന്ന് ചെയ്ത് തീർച്ചയായിട്ടും അതുകൊണ്ടുള്ള ഗുണഗതി നമുക്കുണ്ടാവത്തതേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് നമുക്ക് ശ്മശാനം മാത്രമേ ഉള്ളൂ ക്ഷുദ്രദോഷവും മറ്റ് ആഭിചാര ദോഷങ്ങളും മറ്റ് കണ്ണും കമ്പേറും അസൂയയും കുശുമ്പും കുഞ്ഞാഴ്മയും ഒന്നുമില്ലാതെ ശുദ്ധമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന ശ്മശാനം മാത്രമേ ഉള്ളൂ. എന്നാൽ ബാക്കി തൊടുന്നിടത്തും പിടിക്കുന്നിടത്തെല്ലാം ഓരോരോ പ്രശ്നങ്ങളെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെയും സാങ്കല്പിക കഥാപാത്രങ്ങളാണതെല്ലാം. പക്ഷേ എൻ്റെ ജോലിയുടെ ഒരു ഭാഗവും ഞാൻ ഈ ജോലി ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ കാണാൻ വരുന്ന വ്യക്തികൾക്കും അവർ വന്ന സമയത്തുണ്ടായ രീതിയല്ല പിന്നീട് അവർക്കുണ്ടാവുന്നത്. അത് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് നമുക്ക് വിശ്വാസമുള്ള കാര്യങ്ങൾ അവരുടെ സാമ്പത്തിക രീതി അനുസരിച്ച് ചെയ്യിപ്പിച്ച് കൊടുക്കുന്നതിൻ്റെ ഫലപ്രാപ്തി ഇന്ന് അവർക്ക് ഉണ്ട് എന്ന് പരിപൂർണ ബോധ്യം അവർക്കുണ്ടായിട്ട് അവർ വീണ്ടും നമ്മളെ വന്ന് സമീപിച്ച് അവരെപ്പോലെ വിഷമതകൾ അനുഭവിച്ച വ്യക്തികളെ പരിചയപ്പെടുത്തി തന്നിട്ട് വീണ്ടും നമ്മളെ കാണാൻ വരുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നും ഒരു പരസ്യമോ അല്ലെങ്കിൽ മറ്റ് രീതിയിലൊരു ക്യാൻവാസിങ്ങോ കാര്യങ്ങളൊന്നും അല്ല. ഒരാൾ കണ്ണുനീര് ആഴ്ന്നിരിക്കുന്ന ഒരു വ്യക്തി അതൊക്കെ ഒന്ന് മാറി സന്തോഷമായിട്ടിരിക്കട്ടെ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ നാളെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ഓടി എന്നെ കാണാൻ വരണം എന്ന ചിന്താഗതിയൊന്നുമല്ല. ഇങ്ങനെയും ഈ സമൂഹത്തിലുണ്ട്, ഈ നാട്ടിലുണ്ട്. ഇത്രയും കൈകാര്യം ചെയ്യുന്ന നല്ല മിടുക്കന്മാരായിട്ടുള്ള തിരുമേനിമാരും ജ്യോത്സ്യന്മാരും ഒക്കെ ഈ ഭൂമിയിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അവരെയൊക്കെ പോയി സമീപിച്ചും അവരുടെ അടുത്തൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. അല്ല എന്നെ കാണാൻ തന്നെ ഓടി വരണമെന്നല്ല ഞാനീ പറയുന്ന കാര്യം. ഈ നാട്ടിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വളരെ സന്തോഷകരമായിട്ടും ആനന്ദകരമായിട്ടും നമ്മൾ സ്നേഹപൂർവ്വവും ജീവിക്കാൻ ശ്രമിക്കുക. ബാധ്യതകളും കടബാധ്യതകളും ഒന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടി എപ്പോഴും നല്ല പോസിറ്റീവ് മൈൻഡോടു കൂടി നമ്മളിരുന്നാൽ എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും ഈശ്വര സേവ ചെയ്ത് ഇങ്ങനത്തെ സൽപ്രവൃത്തിയിൽ കൂടെ നമ്മൾ ഈശ്വര സേവ ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്.